Good morning. ഫസ്റ്റ് തന്നെ ഫ്ലോപ്പ്. ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ ദി ബ്യൂട്ടിഫുൾ മോംസ്. അപ്പൊ ദാ ഞങ്ങള് പള്ളിയിലേക്ക് പോവാണ്. ഞങ്ങള് ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിലേക്ക് വിട്ടേക്കാന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് ആ പള്ളിയിലേക്ക് പോവാണ്. അയ്യോ ബേബി ഡക്സ്ഡാ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. 2 വലിയ താറാവുകള് കുഞ്ഞു ബേബീസിനെ കൊണ്ട് നടന്നു പോവായിരുന്നു കേട്ടോ അതിലെ. അപ്പൊ എന്തായാലും അപ്പൊ ഞങ്ങൾ ഇതാ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്താണ് വെച്ചാൽ പ്ലാൻ എന്ന് മദേഴ്സ് ഡേ ആയിട്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾ മേടിച്ച് തരുവോ? തരില്ല. ഓക്കെ, താങ്ക് യു. കേട്ടതിൽ സന്തോഷം. കുഞ്ഞുവിന്റെ കൂടെ ഇരിക്കും സൺഡേ ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന എനിക്കറിയാം. അതെല്ലാ പ്രാവശ്യം സൺഡേ ആണോ? അതുകൊണ്ട് എനിക്ക് കൂടെ എന്റെ കൂടെ ഇരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മക്കളാ ചെറിയ മാച്ചിങ് ആക്കിയുണ്ട്. മക്കൾസ് ദാ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ തന്നെ റോച്ചും പതിവ് പോലെ മദേഴ്സ് ഡേ എന്നൊക്കെ ഉള്ളത് മറന്നുപോയി. എന്റെ റോങ്കുട്ടൻ ഓർമ്മിപ്പിച്ച് എന്നെ വിഷ് ചെയ്തപ്പോ വേഗം ഓടി വന്ന് ദാ ഇങ്ങനെ വിഷ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും ദാ ഞാൻ ഇന്നൊരു അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് വന്നേക്കാണ്. അടിപൊളിയാണോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചുരിദാറാണിത്. ടെസാർ സിൽക്ക് അല്ലേ? ടെസാർ സിൽക്കിന്റെ ആണ് കേട്ടോ ഇത്. അന്ന് അങ്ങനെ തന്നെ ആയിരിക്കും പറയണേ. കല്യാണം കഴിഞ്ഞിട്ടല്ല, 2016 ഞാൻ ലീവിന് വന്നപ്പോ മേടിച്ചാ. എന്നിട്ട് 2016 ഞാൻ നാട്ടില് ലീവിന് ചെന്നപ്പം റോച്ചിന് ആ സമയത്തൊക്കെ നാട്ടിലാണ് കേട്ടോ. അപ്പം എനിക്ക് മേടിച്ചു തന്നതാണ്. തുണി എടുത്ത് തയ്പ്പിച്ച് ഞാൻ ഇതിട്ടിട്ട് പോയിട്ടാണ് എൻ്റെ പ്രഗ്നൻസി റിവീൽ ചെയ്തത് എല്ലാവരോടും. അതാണ് ഈ ഒരു ഡ്രസ്സിന്റെ സെന്റിമെന്റ്സ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മദേഴ്സ് ഡേക്ക് ഇത് തന്നെ ഇടാന്ന്. ഈ പ്രാവശ്യം ആന്റി വന്നപ്പം എന്റെ പാകത്തിലേക്ക് ഇതാക്കി തന്നത് കൊണ്ട് ഈ വർഷം എനിക്ക് ഇടാൻ പറ്റി. 2016 ഞാൻ പ്രഗ്നൻസി റിവീലിൽ ഇട്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ ചുരിദാർ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം 2025 ഈ ചുരിദാർ എന്റെ ശരീരത്തിൽ കയറുന്നത്. അതിന്റെ ഒരു സന്തോഷം എനിക്കുള്ളത് കൊണ്ട് ഞാൻ മദേഴ്സ് ഡേക്ക് തന്നെ ഇത് ഇടാന്ന് വിചാരിച്ചു. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ദാ നേരെ പള്ളിയിലേക്ക് പോവാണ്. അത് ഇറങ്ങിയിട്ട് ഞാൻ എന്റെ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ പറ. Happy Mother's Day to all the beautiful moms. ഓക്കെ, എന്റെ മക്കളുടെ വകയും എല്ലാവർക്കും മദേഴ്സ് ഡേ വിഷസ്. അപ്പോൾ ദാ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് ദാ തിരിച്ച് വീട്ടിലെത്തി. ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയാണ് ഞങ്ങളുടെ ഔട്ടിങ്ങും പരിപാടികളൊക്കെ. ചുമ്മാ കുഞ്ഞൊരു ഔട്ടിങ്. ഞങ്ങൾ ഇന്ന് പോയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരണ്ടേ? റോച്ചിനും റോങ്കുട്ടനും ദാ ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് ബ്ലൂ ജീൻസ്. അവർ മാച്ചിങ് ആയിരുന്നു കേട്ടോ ഇന്ന്. സെയിം മാച്ചിങ് ഷർട്ട്. ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും ഞങ്ങൾ നിൽക്കട്ടെ, ഇനി ഇങ്ങോട്ട് വാ. പിന്നെ ഇവർക്കൊരു പർപ്പിളുണ്ട് കേട്ടോ ഞങ്ങളെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടതാ. ഈ പർപ്പിള് റോങ്കുട്ടനും ഉണ്ടേ, അത് ഞങ്ങളെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇനി ഞങ്ങൾ പോയത് ദാ ഇങ്ങനെയാണ് കേട്ടോ. അല്ലായിരുന്നു, നമ്മൾ പേർപ്പിൾ ഇട്ട് മാച്ച് ചെയ്തിട്ടാണ് ഞങ്ങളിന്ന് പോയത്. ഇതാണ് ഞങ്ങളുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ കോസ്റ്റ്യൂം. മമ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാ മമ്മി മേടിച്ചു കൊടുത്ത ഉടുപ്പാണ് എൻ്റെ ഐറൂട്ടിക്ക്. ഇത് 2-2.5 വർഷമായി മമ്മി മേടിച്ചു കൊടുത്തിട്ട്. പക്ഷെ ആശാത്തി ഇന്നാള് പണ്ടും കണ്ട് ഒരു ദിവസം ഇട്ടല്ലേ, അതും ഇതുപോലെ കരഞ്ഞു മെഴുകിയൊക്കെ ഇട്ടു. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ജീൻസ് മേടിച്ച് കൊടുക്കാം, ഒരു ചോക്ലേറ്റ് കൊടുക്കാം എന്ന വാഗ്ദാനത്തിൽ ഇട്ടതാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിത്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ഭംഗിയല്ലേ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ? പ്രിൻസസ് ആയില്ലേ? ഞങ്ങളുടെ കുഞ്ഞു പ്രിൻസസ് ആണിത് അല്ലേ? അല്ലേ ബ്യൂട്ടി ഗേൾ ഉമ്മ. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അമ്മേ, പണ്ടൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ റിവീലിന് ഇട്ട ഉടുപ്പായിരുന്നു ഇത്. പക്ഷെ അന്ന് നമുക്ക് യൂട്യൂബ് ചാനലില്ല, ഫോട്ടോ പോലും എടുത്തിട്ടില്ല. എന്തായാലും ഇന്ന് ഞാൻ അത് പറഞ്ഞ് തയ്പ്പിച്ച് ഇട്ടതാണ്. പള്ളിയിൽ നിന്ന് 3 ബിരിയാണി ഇട്ട് കഴിച്ചതാ. ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. മദേഴ്സ് ഡേ ഗിഫ്റ്റ് ആയിട്ട് അപ്പയും അമ്മയും പള്ളിയിൽ നിന്ന് മേടിച്ചു തന്നതാണ്. ഇന്ന് പള്ളിയിൽ എന്തോ ബിരിയാണി ഫസ്റ്റ് എന്തോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ബിരിയാണി കഴിച്ചിട്ട് കാണാം ഗൈസ്. ചിക്കൻ ബിരിയാണിയാണ്. അച്ചാറും ഉണ്ട്, സാലഡും ഉണ്ട്. അടിപൊളി. ഈ സാലഡ് ഒരെണ്ണം തുറന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇല്ല, ഞാൻ ചെക്ക് ചെയ്യണം, എനിക്ക് കാണണം. ഓ അടിപൊളി. കാണുമ്പോൾ നല്ല കുറുകിയിരിക്കുന്ന സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും കഴിച്ചിട്ട് വരാം.
അപ്പോൾ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഉടുപ്പൊക്കെ ഒന്ന് മാറി. കാരണം നമ്മൾ ചുരിദാറും പ്രിൻസസ് ഉടുപ്പും ഒക്കെ ഇട്ട് കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരിങ്ങനെ മുഴുവൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് വെക്കും, ഇത് എന്ത് കോലമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉടുപ്പൊക്കെ മാറി ഒരു നോർമൽ ഷർട്ടും പാൻസും ഒക്കെ ജീൻസും ഒക്കെ എടുത്തിട്ടു. ഇപ്പൊ ഞാനും റോയിച്ചിനും ബ്ലൂ ജീൻസ് മാച്ചിങ്. പിന്നെ റോയിച്ചിനും റോണും സെയിം തന്നെ. ഞാനും കുഞ്ഞിപ്പെണ്ണും പിങ്ക്. റോഡ് മാറിയാ അവൻ സെയിം അല്ലേ? സെയിം ആണ്. ഞാനും കുഞ്ഞിപ്പെണ്ണും പിങ്ക് കേട്ടോ, ഞങ്ങൾ മാച്ചിങ് എപ്പോഴും. അപ്പൊ എനിവേസ് ഞങ്ങൾ ആ കടയിലേക്ക് പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? മദേഴ്സ് ഡേ ആഘോഷിക്കാൻ. മദേഴ്സ് ഡേ ആഘോഷമൊന്നുമില്ല, ചുമ്മാ ബിരിയാണി കഴിച്ചു, അതാണ് കേട്ടോ ഞങ്ങളുടെ ആഘോഷം. പിന്നെ വേറെ എന്തോ എന്തിപ്പോ അതെ കുഞ്ഞിപ്പെണ്ണിന് നമ്മളൊരു വാഗ്ദാനം നൽകിയിട്ടാണ് കേട്ടോ പ്രിൻസസ് ഉടുപ്പ് ഇടിപ്പിച്ച. അവൾ അങ്ങനെ പ്രിൻസസ് ഉടുപ്പ് ഇടില്ല, വാഗ്ദാനങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇന്ന് കൊടുത്ത വാഗ്ദാനമാണ് ഒരു ജീൻസ് മേടിച്ചു തരാന്ന്. എന്റെ കുഞ്ഞിപ്പെണ്ണ അതിലൊക്കെ ഹാപ്പിയാണ്. ജീൻസ് ഭയങ്കര ഇഷ്ടമാണ് ആശാദിക്ക്, പക്ഷെ എല്ലാം ചെറുതായി പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്നിപ്പം കടയിലൊന്ന് പോയിട്ട് ജീൻസ് മേടിച്ചു കൊടുക്കാം. അതുകൊണ്ട് അതെ കടയിലേക്ക് പോവാണ് അത് നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങ് പോരും, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ആസ് യൂഷ്വൽ നോർമൽ എന്തെങ്കിലും ഒരു സിനിമ കാണും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നേരെ കടയിലേക്ക് പോകാം, കടയിലെത്തിയിട്ടാണ് കേട്ടോ. ബൈ. ഓക്കെ ദേ ഗൈസ്, അങ്ങനെ ഞങ്ങള് കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൊട്ട വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ. എൻ്റെ അబ్బോ കണ്ണ് കാണാൻ പറ്റുള്ള ഗൈസ്. വെല്ലം നിങ്ങൾക്ക് കാണാവോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ, എന്നെ കാണാമോ എന്ന് പോലും. ഓക്കെ എനിവേസ് ഞങ്ങൾ ആ ഹഡ്സൺസ് ബേയിലേക്ക് എത്തി. വെസ്റ്റേൺ മണ്ടൻ മാളിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പിംഗ്. നമുക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വന്ന വഴി മറക്കരുതെന്ന് പറയണ പോലെ വെസ്റ്റേൺ മണ്ടൻ മാൾ ഇല്ലാണ്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല ഗൈസ്, ജീവിതമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വെസ്റ്റേൺ മണ്ടൻ മാളിൻ്റെ ഹഡ്സൺസ് ബേയിലേക്ക് കയറാൻ പോവാണ്. ദാദത് ഞങ്ങൾക്ക് ഇതില്ലാതെ അല്ലേടാ, വെസ്റ്റേൺ മണ്ടൻ മാൾ അല്ലാതെ നമുക്ക് എന്താ ആഘോഷം അല്ലേ? അല്ലേ റോണോ? റോയിച്ചിനും ഇല്ല, റോയിച്ചിനും മയറും അങ്ങേ അറ്റത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. അവർ പതുക്കെ നടന്നു വരട്ടെ, നമുക്ക് അകത്തേക്ക് കയറാം. ഭയങ്കര വെയിലല്ലേ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ നിങ്ങൾക്ക്? ഓ ആക്ച്വലി നിങ്ങൾ ഇരുണ്ടാണോ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നേ? ഇങ്ങനെയായിരുന്നു അല്ലേ, വെട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ അങ്ങനെ ഞങ്ങളിതാ ഹഡ്സൺസ് ബേയിലേക്ക് എത്തി. റോയിച്ചിനും മയറൂട്ടിയും അങ്ങ് അറ്റത്തെ കൂടി വരുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ കയറട്ടെ. റെക് റൂമിലൊന്നും ഇന്ന് പോക്കില്ല കേട്ടോ റോണോ. ഓ ഇവിടെ എൻ്റെ സ്റ്റോർ ഈസ് ഓൺ സെയിൽ ഗൈസ്. സ്റ്റോർ ക്ലോസിംഗ് ആണ് കേട്ടോ ഇവിടെ. അതേ എല്ലാം പോയി. അയ്യോ റോണു, നമ്മൾ വന്ന സമയം ലേറ്റ് ആയടാ. എല്ലാം തീർന്നു ഗൈസ്, എല്ലാം തീർന്നു. ഇതാ ഇവിടെ ഒന്നുമില്ല, സ്റ്റോർ ക്ലോസിംഗ് ആണെന്ന്. എൻ്റെ സ്റ്റോർ 50 to 70% ഓഫ് സ്റ്റോർ ക്ലോസിംഗ്. ഞാനും അറിഞ്ഞില്ല, എല്ലാം പോയി. അയ്യോ എല്ലാം തീർന്നു. ഇവിടെ ഒന്നുമില്ല ഗൈസ്, എല്ലാം കാലിയായിട്ടിരിക്കണു. ഇതേ നോക്കിയാൽ എല്ലാം കാലി, ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, വെറുതെ. മൂഞ്ചിയോന്നൊരു സംശയം. എന്തായാലും താഴെ പോയി നോക്കാം, പിള്ളേരുടെ ബോക്സ് എന്തെങ്കിലും കിട്ടുമോന്ന്. ഇതേന ഗൈസ് നിഞ്ചയുടെ ഒരു ബ്ലെൻഡറാണ് ഇത്. $300 ആയിരുന്നു, ഇപ്പം വെറും $150, 50% ഓഫിലാണ് കേട്ടോ. നമ്മളിത് ഒരെണ്ണം മേടിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കണം. നല്ലതായിരിക്കും അല്ലേ? ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്രോസൺ ഡ്രിങ്ക്സ്, സ്മൂത്തീസ് ഉണ്ടാക്കാം, ഫുഡ് പ്യൂരി ഉണ്ടാക്കാം, പിന്നെ മീഡിയം ഹൈ ലോയൊക്കെ, അൾട്രാ ബെൻഡ്. നിങ്ങളല്ലേ സ്മൂത്തിയുടെ ആള്, ഷേക്കൊക്കെ ഉണ്ടാക്കണ ആള്, ബ്ലെൻഡ് ചെയ്യിക്കാം, അങ്ങനെ പലതിനും നമുക്ക് ഉപയോഗിക്കാം. അതേ പറഞ്ഞാൽ നിങ്ങൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിച്ച് സ്മൂത്തി ഉണ്ടാക്കി എനിക്ക് തരുവാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി കുടിക്കും. വേണ്ട, അയ്യോ മേടിക്കുന്നില്ല എന്ന്. ഞാനും കുഞ്ഞിപ്പെണ്ണുങ്ങളുടെതാ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കണ കേട്ടോ. നല്ല ഓഫേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട്. എല്ലാം 50%, 20% ഒക്കെ ഓഫറുണ്ട്. അതുപോലെ സൺഗ്ലാസസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാം ഒന്ന് നോക്കണം. ഇന്ന് കയറി മെഴുകും. കുഞ്ഞിപ്പെണ്ണ ഒരെണ്ണടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് 3T ഇത് ഭയങ്കര ചെറുതാ അവൾക്ക്. കുഞ്ഞിപ്പെണ്ണ ഇത് ഭയങ്കര ചെറുതാടാ അമ്മക്ക്, ആണോ? ഇത് 3T 3 years old ഇന്ത്യ. ഇത് കൊച്ചിന് ചെറുതായിരിക്കും. ദിസ് ഇസ് ടു സ്മോൾ ഫോർ യു. നമുക്ക് ഇതിന്റെ ബിഗ് ഉണ്ടോ നോക്കാം. ഇത് ഈ ഒരു ഉടുപ്പ് കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണു. ഇതൊക്കെ ഇടുവോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ആർ യു ഷുവർ യു ആർ ഗോണ വെയർ ദിസ്? നോക്കിയേ, ഇത് പ്രിൻസസ് ഉടുപ്പാ. I like the one that stitched with I like the one stitches ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ ആശക്തി പറഞ്ഞത്. Okay, nice. I like it with sleeves too.
നൈസ്. ഓക്കെ, പാകാം എന്തായാലും അതെടുത്തേക്കാം. അവസാനം റോയ്സിനെ കാണിച്ച് അപ്രൂവൽ മേടിച്ചിട്ട് എനിവേസ് മേടിക്കൽ നടക്കുള്ളൂ. ഫിറ്റ്സ് യു. I'm not 7-year-old. നോ ബട്ട് ഇറ്റ്സ് ഫിറ്റ്സ് യു. ഇത് പിടിച്ചേമ്മ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. ഇതാ വൈറ്റ് ഒക്കെ വെച്ചിട്ട്, വൈറ്റ് ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്കും ഉണ്ട് ഒരു വൈറ്റ് ഡ്രസ്സ്, പ്യുവർ വൈറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആയിട്ട് ഇടാമെന്ന്. അതുകൊണ്ട് വൈറ്റ് എടുക്കാം അല്ലേ. അപ്പൊ ദാ മദേഴ്സ് ഡേക്ക് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി. അവിടെ പോയിട്ട് പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു, സ്റ്റോർ ക്ലോസിങ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മള് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. പിന്നെ റോയ്സിനും റോങ്കുട്ടനും വേറെ സെക്ഷനിലും, ഞാനും ഐറൂട്ടിയുടെ സെക്ഷനിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഷോപ്പിംഗ് നടത്തിയത്. എന്തായാലും ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നും കിട്ടൂലെന്ന്, പക്ഷെ മദേഴ്സ് ഡേക്ക് എനിക്കും കിട്ടിയെന്നൊക്കെ. നമ്മൾ മേടിച്ചത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിക്ക് മുന്നേ ഇതാ അല്ല, ആദ്യം റോങ്കുട്ടനെ കാണിച്ചു തരാം അല്ലേ. റോങ്കുട്ടൻ എനിക്ക് മദേഴ്സ് ഡേക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതും പിന്നെ ദാ ഈ ഒരു ബാഗും. ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല, ഇത് എന്താന്ന് നോക്കട്ടെ. മദേഴ്സ് ഡേയുടെ അന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചില്ല. വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. എന്തായിരിക്കും? Thank you for loving me. Oh, my son. Okay. And this rock, it's a picture holding. Picture holding? Oh, അതല്ലേ. Okay. I want to see that. വെയിറ്റ് ചെയ്യാം, അമ്മ അത് നോക്കട്ടെ. ഓക്കെ, അമ്മ കാണിക്കട്ടെ. ഒരു റോക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എയറിന്റെ പിക്ചർ ഇങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് പീസ് എന്നൊക്കെ എഴുതിയിട്ട് അതിനകത്ത് ബെസ്റ്റ് മോം എന്നൊക്കെ അവൻ ഒരു ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബെസ്റ്റ് മോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം പിടിച്ചിട്ടുണ്ട്. അതിലാണ് ഫോട്ടോ എടുത്തിരിക്കണേ. എന്തായാലും സംഭവം കളർ ആയിട്ടുണ്ട്. ഒരു റോക്ക് അവൻ കളർ ചെയ്തേക്കണാണ് കേട്ടോ ഇത്. അതിനകത്ത് ലവ് എയറൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അപ്പൊ ഇതിങ്ങനെ ടേബിളിൽ ഈ റോക്ക് വെച്ചിട്ട് ഈ പടം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട്. ഈ പടത്തിനകത്ത് ബെസ്റ്റ് മോം എന്ന് എഴുതിയിട്ടുണ്ട്. സൂപ്പർ. പിന്നെ ഇത് ഈ ഒരു പടം അവൻ കളർ ചെയ്തിട്ട് മോം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ലവിങ് മീ എയറൻ. പക്ഷെ ലവ് ഹാർട്ട് വരച്ചിട്ട് എയറൻ എഴുതിയിട്ടുണ്ട്. സംഭവം കളറുണ്ട്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇനി നമുക്ക് ഐറൂട്ടിയുടെ നോക്കാം. What kind of soap are you? It's a hot soap. ഇതാണ് കേട്ടോ ഐറൂട്ടി ഉണ്ടാക്കിയ ഹാർട്ടിന്റെ ഒരു സോപ്പ്. കിൻഡർ ഗാർഡനിൽ എനിക്ക് തോന്നുന്നു. ആണോടാ, ഇനി ടച്ച് ചെയ്യാൻ കുഴപ്പമില്ല. കിൻഡർ ഗാർഡനിൽ എപ്പോഴും സോപ്പാണ് കേട്ടോ പേരൻസിന് ഉണ്ടാക്കി തരാ. I made it soft in the side. ആണോ? ഓക്കെ. It's still oily. നല്ല സ്മെല്ലി, ബാർ സോപ്പിന്റെ സ്മെല്ല്. നാട്ടിലേക്ക് ബാർ സോപ്പിന്റെ സ്മെല്ല്. എന്റെ പൊന്നെ, ഞാനൊന്ന് കാണിച്ചോട്ടെ, നീ അല്ലേ ഉണ്ടാക്കിയേ. ഓക്കെ, ഇതാ ഹാർട്ടിന്റെ ഷേപ്പില് ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ ശക്തി. പിന്നെ അതിനകത്തൊരു ഹാർട്ട് വരച്ച് കുറെ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റോണും കൂടെ വന്നിരുന്നെങ്കിൽ അമ്മ ഉമ്മക്ക് തന്നേനെ. താങ്ക് യു. ഇനി നമുക്ക് ഇന്ന് മേടിച്ച സാധനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇത് ഐറൂട്ടിക്ക് ഒരു ജീൻസ് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഐറു ഇടുവല്ലോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതൊക്കെ ഓഫർ ആയിരുന്നല്ലോ, 60% ഓഫർ ഉണ്ടായ, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് കുറച്ച് മേടിച്ചു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചത്. ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേര് ഇട്ടോണ്ട് നടക്കണ കാണാൻ. ഇടുവായിരിക്കില്ലേ ഐറു? ജീൻസ് ഇത് ഗസ്സിന്റെ ആണ് കേട്ടോ. ഹാർട്ടിന്റെ ഫുൾ പടമൊക്കെ ഉള്ള ഇത്. പിന്നെ ഒരു ചെറിയ കീറലും പന്നലും ഒക്കെ ഉള്ള ഇപ്പോഴത്തെ ഫാഷൻ അങ്ങനത്തെ ആണല്ലോ. ഇത് ക്യാറ്റ് ആൻഡ് ജാക്ക് കമ്പനിയാണിത്. പക്ഷെ നല്ലൊരു അല്ലേ, നല്ല ഡിഫറെന്റ് കളർ. തുണിപ്പണിയിൽ ഇതുവരെ അങ്ങനത്തെ കളറൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഇതൊരു വൈറ്റ്, ഇതും ക്യാറ്റ് ആൻഡ് ജാക്കിന്റെ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വൈറ്റ് പാന്റ് ഉണ്ട്, ജീൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഐറൂട്ടിക്കും ഒരെണ്ണം കണ്ടത്. വൈറ്റ് പാൻസ് ഉണ്ടല്ലോ റോങ്കുട്ടിന്. പിന്നെ ഇതാ ഇതൊരു ഉടുപ്പ്. ഇത് എനിക്കൊരു വൈറ്റ് ഉടുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഐറൂട്ടിക്ക് മേടിച്ചപ്പോ ഞങ്ങൾക്ക് ട്വിൻസ്.
It doesn't fit me, but yeah. Do you even know what a twin is? ഇത്രയാണ് നമ്മൾ ഐറൂട്ടിക്ക് മേടിച്ചത്. ഇനി റോയിച്ചിന് എനിക്ക് മദേഴ്സ് ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു തന്നു കേട്ടോ. അതാ ഇതാണ് കേട്ടോ എനിക്ക് റോയിച്ച് മേടിച്ചെന്ന് മദേഴ്സ് ഡേക്കുള്ള ഗിഫ്റ്റ്. ഒരു ഉടുപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇന്നിപ്പോ എന്തായാലും ഇടാനൊന്നും പറ്റില്ല. ഇന്ന് പിങ്കില് ബ്ലാക്ക് പോക്കി ഡോട്ട്സ് ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോക്കി ഡോട്ട്സ്, ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോക്കി ഡോട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ മേടിക്കും. നോർമലി വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ മേടിക്കാറ്, പക്ഷെ ഇതിപ്പോ പിങ്ക് ആൻഡ് ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായി. അതുകൊണ്ട് റോയിച്ച് മേടിച്ചോളം പറഞ്ഞു ഞാൻ മേടിച്ചു. അല്ല റോയിച്ച് മേടിച്ചു തന്നു. പിന്നെ ഒരു ബ്ലാക്ക് ഓവർകോട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ? കമന്റ് ബിലോ എങ്ങനെയുണ്ട് എന്റെ ഈ ഒരു ഉടുപ്പെന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ കമന്റ് ചെയ്യണം കേട്ടോ. മദേഴ്സ് ഡേ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ബിലോ ഗൈസ് പ്ലീസ് ആൻഡ് താങ്ക് യു. കമന്റ് ചെയ്യാനുള്ള നല്ലതായിരിക്കുള്ളൂ. ഞാൻ എടുത്തതല്ലേ. സെലക്ഷൻസ് എപ്പോഴും നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങളും കമന്റ് ചെയ്യുക നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു മദേഴ്സ് ഡേ എല്ലാം. ഈ ഒരു ഡേ ഇവിടെ തീരാണ്. അപ്പം എന്താ പറയാ, അതുപോലെ എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, മക്കളും അമ്മമാരോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Thank you so much for watching. God bless you. Bye. Bye.